കുമാർ, ഈ പറഞ്ഞതുപോലെ പല കുപ്രചരണങ്ങളും ജനൌഷധിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ നാം കാണുകയുണ്ടായി. പക്ഷേ ജനങ്ങൾക്ക് പിന്നീട് അതിലുണ്ടായ വിശ്വാസം അതുതന്നെയാണ് ജനൌഷധി കേന്ദ്രങ്ങളുടെ വർധനവും. മരുന്നുകൾ പോലും ഇപ്പോൾ പല കട ഉടമകൾ പറയുന്നത് മരുന്നുകൾ സ്റ്റോക്ക് വന്നാൽ ഉടനടി തന്നെ തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒട്ടനവധി ആളുകളാണ് നേരത്തെ തന്നെ വിളിച്ച് മരുന്ന് ബുക്ക് ചെയ്തിട്ട് പോകുന്നതെന്നും പലരും പറയാറുണ്ട്. അത്രയധികം താല്പര്യമാണ് ജനൌഷധി കേന്ദ്രങ്ങളിൽ. ഒന്ന്, വിലയോ തുച്ഛം എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗുണമേന്മ, അതേക്കുറിച്ചുള്ള പല ഊഹാപോഹങ്ങൾ പരക്കുന്നുണ്ട്. ശരിക്കും ഗുണമേന്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജനൌഷധി കേന്ദ്രങ്ങൾക്ക് എത്ര മാർക്കാണ് നൽകേണ്ടത്? ഈ മരുന്നിന്റെ കാര്യത്തില് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വില കുറഞ്ഞ മരുന്നെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ പണക്കാർക്ക് വേണ്ടിയിട്ടെന്നോ VIPസിന് വേണ്ടിയിട്ടെന്നോ ഒക്കെ കണക്ക് കൂട്ടിയിട്ട് ആരും മരുന്നുണ്ടാക്കുന്നില്ല. മരുന്നെല്ലാം ഒരേ ക്വാളിറ്റിയിലാണ്. എല്ലാ മരുന്നും എല്ലാ കമ്പനിക്കാരും ഇന്ത്യയിൽ എന്നല്ല ലോകത്തുള്ള എല്ലാ ഫാക്ടറികളിലും നിർമ്മിക്കേണ്ടത്. അപ്പൊ മരുന്നിന്റെ ഗുണനിലവാരത്തെ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയും മരുന്ന് നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യാൻ പാടില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. പോരെങ്കിൽ ഈ മരുന്നുകൾക്ക് പരമ്പരാഗതമായിട്ട് 2-3 പേരുകളുണ്ട്. ഒന്ന്, ഇത് അടിസ്ഥാനപരമായിട്ട് അതൊരു രാസവസ്തു കെമിക്കൽ ഉപയോഗിച്ചാണെങ്കിൽ അതിനൊരു കെമിക്കൽ നെയിം വരും. അതിനെയാണ് നമ്മൾ രാസനാമം എന്ന് പറയുന്നത്. ആ രാസനാമം സാധാരണഗതിയില് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പേരിനെയാണ് നമ്മൾ ജനറിക് നാമം അല്ലെങ്കിൽ ജനറിക് നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് രാസനാമവും മറ്റേത് ജനറിക് പേരും. ഇത് കൂടാതെ കച്ചവടക്കാര് പരമ്പരാഗതമായിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചിരുന്നാൽ, ഇത്തരം മരുന്നുകൾക്ക് ഒരു കച്ചവട പേര്, അതിനെ നമ്മൾ ട്രേഡ് നെയിം എന്ന് പറയും, അല്ലെങ്കിൽ വിൽപ്പന പേര്, സെയിൽസിന് ഉപയോഗിക്കുന്ന ബ്രാൻഡ് നെയിം എന്നോ ട്രേഡ് നെയിം എന്നോ ഒക്കെ പറയും. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് നമ്മള് ആ ട്രേഡ് നെയിമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. കാലം മാറിയപ്പോഴത്തേക്ക് ഒത്തിരി രാജ്യങ്ങളില്, ഈവൻ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജനറിക് മരുന്നുകള് നമ്മൾ കയറ്റി അയക്കുന്നത്. അപ്പൊ അമേരിക്കയിൽ ജനറിക് നെയിം ഉപയോഗിക്കുന്ന, ജനറിക് നെയിം വെച്ചിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഇന്ത്യയിൽ എന്തുകൊണ്ടോ എഴുത്തിന്റെ കാര്യത്തിലാണേലും ഡോക്ടർമാര് പഠിച്ചിരുന്നതും ഒക്കെ കൊണ്ടായിരിക്കണം ഒരു കാലഘട്ടം വരെ അവര് ട്രേഡ് നെയിമേ എഴുതത്തുള്ളായിരുന്നു. ഈ മരുന്നിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രോഗിക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവന് തുല്യമായിട്ട് ആ പ്രിസ്ക്രിപ്ഷനെ രോഗി കണക്കാക്കുന്നതാണ്. ഡോക്ടറെ ദൈവത്തെ പോലെ കരുതുന്നവരെ പ്രിസ്ക്രിപ്ഷനെ അതേപോലത്തെ ഒരു ആധികാരിക കുറിപ്പടിയായിട്ടാണ് കരുതുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ നേരത്തെ മെഡിക്കൽ കൗൺസിൽ ആയിരുന്നു, ഇപ്പൊ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷനും ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ മന്ത്രാലയവും ഒക്കെ രാജ്യത്തുള്ള മുഴുവൻ ഡോക്ടർമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മരുന്നുകള് രോഗികൾക്ക് കുറിച്ചു കൊടുക്കുമ്പോൾ വായിക്കാവുന്ന ലെജിബിൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണം, കഴിയുമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം, അതേപോലെ തന്നെ ജനറിക് പേരുപയോഗിച്ച് വേണം എഴുതാനെന്ന്. അപ്പൊ ഈ ജനറിക് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു പേരിനെയാണ് നമ്മൾ ജനറിക് നാമം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു മരുന്ന് ജനറിക് പേരിൽ വിറ്റത് കൊണ്ടോ അല്ലെങ്കിൽ കച്ചവട പേരിൽ വിറ്റത് കൊണ്ടോ ഗുണനിലവാരത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മളെ ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരുന്നതാണ്. ഇതിനുള്ള ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ മരുന്നിനൊക്കെ നിറം കാണും, ചിലതിനൊക്കെ ചില പ്രത്യേക കളറിലും ഗന്ധത്തിലും ഒക്കെ വരുന്ന, അതങ്ങനെ ശീലമായി കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് അത് മാറാനായിട്ട് ഒരു വിമുഖത വരുമായിരുന്നു. ഞാൻ ഈ ജനൌഷധിയെ വളരെ കഴിഞ്ഞ ഒരു 2014 തൊട്ട് വളരെ ക്ലോസ് ആയിട്ടും 2008 തൊട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയാം. ജനൌഷധിയില് ഈ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് ആളുകൾക്ക് വളരെ പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭം തന്നെയാണ് ഈ ജനൌഷധി സംരംഭം. അതിന്റെ അടിസ്ഥാന കാരണം, കേരളത്തിലാണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ചില റിട്ടയർ ചെയ്ത അധ്യാപകരോ അല്ലെങ്കിൽ നിശ്ചിത പെൻഷൻ മേടിക്കുന്നവരൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഇതിന്റെ ഉപഭോക്താക്കളായിട്ടിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും പോകുന്നുണ്ട്. അവിടെ ഉള്ള ഒരു പ്രശ്നം, ഈ മരുന്നിന്റെ
ലഭ്യതയുടെ കുറവ് മാത്രമായിട്ടാണ് പലപ്പോഴും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ജനൌഷധിക്ക് ഇപ്പോഴത്തെ കണക്കിന് ഒരു 10-ല് 7.5 75% മാർക്കൊക്കെ കൊടുക്കണം. കാരണം കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ജനൌഷധി ആ ഒരു സ്കീം ഇന്ത്യയിലെ സാധാരണക്കാരുടെയും രോഗികളുടെയും ഒക്കെ ഒരു അഭയ കേന്ദ്രമായിട്ടോ ആശ്രയ സംരംഭമായിട്ടോ മാറണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഇതിനെപ്പറ്റി ബോധവാന്മാരാകുന്നുണ്ട്. അത് കൂടുതലും കേരളത്തിൽ ഒരുപക്ഷെ വരുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ ജനൌഷധി സംരംഭങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് വരുന്നത്. അത് ഇപ്പൊ കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നഗരങ്ങളിലൊക്കെ ജനൌഷധി സംരംഭങ്ങള് പോപ്പുലർ ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മരുന്നിന് ഈ ജനറിക് നാമത്തിലോ രാസനാമത്തിലോ ആയതുകൊണ്ട് മാത്രം ഒരു കാരണവശാലും അതിന്റെ ഗുണനിലവാരത്തിൽ വ്യത്യാസം വരുത്തില്ല. കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് നോക്കാനായിട്ട് ഒരു ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് പൊതുജനങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇത് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം മരുന്നുകൾ വീണ്ടും നേരത്തെ മാർക്കറ്റിലേക്ക് വിടുന്നതിന് മുമ്പേ ഗുണനിലവാരം തിട്ടപ്പെടുത്തി അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടേ മാർക്കറ്റിൽ എടുത്തുള്ളൂ. മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലും ഏതെങ്കിലും രീതിയിൽ അതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടെന്ന് രോഗികൾക്കോ മറ്റുള്ളവർക്കോ തോന്നിക്കഴിഞ്ഞാൽ അതിനെല്ലാം പരിശോധിക്കാനൊക്കെ ഉള്ള സംവിധാനം നമുക്കുണ്ട്. അത് വളരെ കാര്യക്ഷമമായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അത് വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസും ഒക്കെ അതാണ്.